ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇവർക്കിപ്പോൾ ഒരു വിൻ്റർ ബ്രേക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് ലാസ്റ്റ് ഡേ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ കരുതിയിട്ട് വദ്രായും ഹിയോക്കിയും അവർ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ക്ലാസ് റൂമൊക്കെ അലങ്കരിക്കുന്നുണ്ട്. അവരുടെ ക്ലാസ് ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്കും ജിത്താനിയൊക്കെ ഇവർക്ക് കഴിക്കാനായിട്ട് പിസയും മറ്റ് ഫുഡും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സുൽത്താനി അത് മാത്രമല്ല ഹിയോക്കിയുടെ കുറേ പിക്ചേഴ്സ് ഉള്ളൊരു ആൽബം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഹിയോക്കിയുടെ നേരത്തെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആരും കാണാതിരിക്കാനായിട്ട് ഹിയോക്കി ആ ഒരു ആൽബം പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അതെടുക്കാനായിട്ട് അവന് പുറകെ സുൽത്താനി ഓടുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. അത് വദ്രായി കാണുന്നുണ്ട്. അവർ ഇത്രയും ക്ലോസ് ആയി വീണതുകൊണ്ട് തന്നെ വദ്രായി വീണ്ടും ജലസായിട്ട് ഉണ്ടാകുമെന്നൊരു ചിന്ത ഹിയോക്കിയുടെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഹിയോക്കി വദ്രായുടെ അടുത്ത് നിന്നിട്ട് നേരത്തെ നടന്നൊരു കാര്യത്തിൽ നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വദ്രായപ്പോൾ ഇല്ല, മുമ്പ് ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ദേഷ്യവും ജലസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, കാരണം നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ബാക്കിയുള്ളൊരു മതി രണ്ടും കൂടെ സ്നേഹിച്ചത് ഇനി വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടിക്ടോക്ക് ചാലഞ്ചസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കഴിയുമ്പോൾ അവരുടെ പാത്രങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഹോത്തേനെ താൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹിയോക്കിയും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന ടൈമിന് ഹോത്തയാണെങ്കിൽ എന്തായാലും നമ്മളാണെങ്കിൽ ബ്രേക്കിനൊക്കെ ഇങ്ങനെ മാറി മാറി പോവുകയല്ലേ, അപ്പം നിനക്കും മധുരമായിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യണ്ടേ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറെ കാര്യം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ ചോദിച്ചാൽ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ ഒരു ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഹിയോക്കിക്ക് അപ്പോൾ എന്ത് മറുപടി പറഞ്ഞോന്ന് അറിയത്തില്ല. എന്നാൽ ഈ ഒരു ചോദ്യത്തിൽ കൂടെയാണ് ഹിയോക്കി ഒരു കാര്യം മനസ്സിലാക്കിയത്. രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നാൽ അവർ ഡേറ്റിംഗ് ആണെന്നോ ഡേറ്റ് ചെയ്യാമോ എന്നൊന്നും തന്നെ ഇതുവരായിട്ട് പരസ്പരം ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷം അവരെല്ലാവരും തന്നെ പോകാനായി ഇറങ്ങുന്നുണ്ട്. തിരിച്ച് നടന്നു പോകുന്ന ടൈമിന് ഹിയോക്കിയുടെ മനസ്സ് ഇത് തന്നെയാണ്. വദ്രായുടെ അടുത്ത് ചോദിച്ചാലോ, വദ്രായുടെ അടുത്ത് നമുക്ക് ഡേറ്റ് ചെയ്യാമോ എന്നിങ്ങനെ ചോദിച്ചാൽ ഓക്കെ ആയിരിക്കത്തില്ല. ഇല്ല എന്നെക്കൊണ്ട് ചോദിക്കാനൊന്നും പറ്റത്തില്ല, ഞാനെങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ ഓരോ തോട്ട്സുമായിട്ട് അവനിങ്ങനെ നടക്കുന്നുണ്ട്. ആ ടൈമിന് വദ്രായി തന്നെ ഹിയോക്കി നിനക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും അങ്ങ് പോകുന്നുണ്ട്. ഇവരുടെ നേരെ ഒരു പാർക്കിൻ്റെ അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത്. ഇതേ സെയിം പാർക്കിലേക്കാണ് അന്ന് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഡേയും ഇവരെത്തിയപ്പോഴത്തേക്കും വന്നിരുന്ന് സംസാരിച്ചത്. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ ഹിയോക്കി അല്ല, അന്ന് നമ്മൾ ഇവിടെ തന്നെയല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേരും ഒരു ബെഞ്ചിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം വദ്രായാണെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയ ടൈമിന് നമ്മളൊരു അമ്പലം കാണാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ നമ്മളെല്ലാവരും ഒരു കാർഡ്സ് പിക്ക് ചെയ്തില്ലേ. ആ ടൈമിൽ എൻ്റെ കാർഡിൽ എന്താണ് എഴുതിയിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹിയോക്കി അപ്പോൾ ഇങ്ങനെ ആലോചിക്കാനും ശ്രമിക്കുന്നുണ്ട്. വദ്രായ ആ ടൈമിൽ നിന്നെ തന്നെ സ്വയം വിശ്വസിക്കുക, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടും എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. സത്യം പറഞ്ഞാൽ അതും കൂടെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം തുറന്നു പറയാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഞാനൊന്നും പറയത്തേ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും തന്നെ നടക്കാത്തൊരു കാര്യമായെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വദ്രായാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് കണ്ണടച്ചിരുന്നിട്ട് കൈ നീട്ടാനായിട്ട് പറയുന്നുണ്ട്. അവനൊരു സർപ്രൈസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ വദ്രായി പറയുന്ന പോലെ തന്നെ ഹിയോക്കി ചെയ്യുന്നുണ്ട്. ആ സമയം വദ്രായി ഒരു ഗിഫ്റ്റ് എൻ്റെ കൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ണു തുറന്ന് നോക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ ഹിയോക്കി നോക്കുന്നുണ്ട്. അതെന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതൊരു വാച്ചായിരുന്നു. വദ്രായി ആ ടൈമിന് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിനക്ക് വേറെ എന്തെങ്കിലും ജ്വല്ലറി പോലെ എന്തെങ്കിലും വാങ്ങാമെന്ന്, പക്ഷേ പിന്നെ ആലോചിച്ചു അത് സ്കൂളിലിടാൻ പറ്റത്തില്ലല്ലോ, അവരത് പിടിച്ചു വയ്ക്കത്തില്ലേ എന്ന്. പിന്നെ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴത്തേക്കും നിനക്ക് എവിടെ വേണം ഇടാൻ പറ്റിയൊരു ഐറ്റം അത് ഈ ഒരു വാച്ചാണ്, പിന്നെ നീ ഇത് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ സന്തോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോക്കി ഞാനിത് എന്ന് വിടും, അതാകുമ്പോൾ നീയും എൻ്റെ അടുത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വദ്രായാണെങ്കിൽ ഹിയോക്കിയുടെ നെറ്റിയിൽ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഹിയോക്കി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇമോഷണലായി പോകുന്നുണ്ട്. ആ ടൈമിൽ വദ്രായാണെങ്കിൽ ഞാൻ ഇത്തിരി ഓവർ ഇമോഷണലാക്കി കളഞ്ഞോ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശരിയെന്നാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഹിയോക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിയോക്കി ഇപ്പോൾ അവരുടെ ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ അവരുടെ ക്ലാസ്സിൻ്റെ രജിസ്റ്റർ കൊണ്ട് കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ടീച്ചറാണെങ്കിൽ എത്ര പെട്ടെന്ന് ഈ ഒരു വർഷം കടന്നു പോയതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു സെമസ്റ്റർ എൻ്റെ ആവുകയാണ്. ആ ടൈമിൽ ഹിയോക്കിമാ ശരിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ ഈ ഒരു വർഷം അടിപൊളിയായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞാൽ നിൻ്റെ ഒരു കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നീയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് പോകുന്നു, പക്ഷേ നീ ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സ്കൂൾ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ നീ ഒറ്റയ്ക്കായി പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കി ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു സ്കൂൾ ട്രിപ്പ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രണ്ട്സിനെ തന്നെ കിട്ടിയത്. ആ ഒരു ട്രിപ്പ് കാരണമാണ് ഞാൻ ഇപ്പം തന്നെ ഇത്ര എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ക്ലാസ് റൂമിലേക്ക് പോവാണ്. നോക്കുമ്പോഴത്തേക്കും അവനെ വെയിറ്റ് ചെയ്ത് വദ്രായ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വദ്രായുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ആ സമയം വദ്രായ ആണെങ്കിൽ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ബ്രേക്കൊക്കെ അല്ലേ, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പായിട്ട് കറങ്ങാനൊക്കെ പോയാലോ, നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അതിനെന്താ നമുക്ക് പോകാം, എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ നോക്കിയില്ല, ആലോചിച്ചിട്ട് പറയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ ടൈമിന് പരമാവധി മീറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ്, പറ്റുന്ന പോലെയൊക്കെ നിന്നെ മീറ്റ് ചെയ്ത് എനിക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കറങ്ങാനായിട്ട് പോകണമെന്ന് പറയാണ്.
അതിരായപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ സ്ഥലങ്ങൾ ഫോണിലെടുത്ത് നോക്കാനേ തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ ഹിയോയ്ക്ക് വദ്രായനെ ഇങ്ങനെ നോക്കിയിട്ട്, വദ്രായി എനിക്ക് എൻ്റെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്, നീയാണെങ്കിൽ എന്നെ ഡേറ്റ് ചെയ്യാവോ, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും വദ്രായ ഷോക്കായിട്ട് നീ എന്താ ഇപ്പോൾ ചോദിച്ചതെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹിയോയ്ക്കാണെങ്കിൽ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്. ആ ടൈമിന് വദ്രായ ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. അവൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കുകയാണ്. മാറി നിന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹിയോയ്ക്കാണെങ്കിൽ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വദ്രായപ്പോൾ അത് പിന്നെ നിൻ്റെ അടുത്ത് ആദ്യം ഞാനായിരുന്നു ഇത് ചോദിക്കേണ്ടത്, നീ അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹിയോയ്ക്ക് ചിരിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല, ഇത്തവണത്തേക്ക് ഞാൻ ഒന്ന് കൂളാവട്ടെ, അല്ലെങ്കിൽ നീ ആണെങ്കിൽ കൂളാണല്ലോ, അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. വദ്രായപ്പോൾ ഹിയോക്കിനെ നോക്കുകയാണ്. ഹിയോക്കി എപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണ്. കാരണം ഒരാളടുത്ത് ഇഷ്ടമാണെന്നൊക്കെ തുറന്ന് പറയുകയാണെങ്കിൽ അത്രയും ധൈര്യം ഉണ്ടാവണം, അതും മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം വാക്കുകളാക്കി എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ചെയ്യാനായിട്ട് ധൈര്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നീ ചെയ്തു, നീ നിൻ്റെ ഫീലിങ്സ് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ നീ ശരിക്കും കൂളല്ലേ എന്നിങ്ങനെ പറയാണ്. അതിരായപ്പോൾ എങ്കിൽ ഓക്കെ, ഇന്ന് മുതൽ നീ എന്നെ പൊന്നോലെ നോക്കിക്കോ, നിൻ്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള നിലയിലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഹിയോക്കെ ആണെങ്കിൽ ഓ ബോയ് ഫ്രണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിലത് നാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വദ്രായാണെങ്കിൽ ഓ നിന്നെക്കാട് എന്ത് ക്യൂട്ടാണെന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഫസ്റ്റ് കിസ് അവിടെ നടക്കുന്നുണ്ട്. കിസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ചെറുതായിട്ട് പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. ശരി നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവരുടെ അവരെ ബാഗ് എടുത്തുകൊണ്ട് ക്ലാസ് റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ ഉണ്ടാവുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്, ക്യൂട്ടായിട്ടുള്ളൊരു സീരീസാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാനായിട്ട് മറക്കരുത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡും കൂടെ ഉണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാനായിട്ട് ആരും തന്നെ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.